ഹായ്, നമസ്കാരം. വിഷുവിന് കാത്തിരുന്ന സിനിമകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ഇനി 2 എണ്ണം കൂടെ റിലീസാവാനുണ്ട്. നാളെ വരുന്നത് വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി വരുന്ന മധുരരാജയും വിവേകിൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തുന്ന അതിരനും. വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ തന്നെയാണ് അതിരൻ പ്രേക്ഷകർക്കിടയിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു. ആദ്യം കുറച്ച് പോസ്റ്ററുകൾ മാത്രമേ വന്നുള്ളൂ, പിന്നെ പാട്ടുകൾ വന്നു 3 എണ്ണം. പക്ഷേ ട്രെയിലർ വന്നതോടുകൂടി എന്നാ ഈ പടം കണ്ടിട്ട് തന്നെ കാര്യം എന്നതിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിരനിൽ നല്ല പ്രതീക്ഷ നൽകാൻ കുറച്ചേറെ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ തിരക്കഥ എഴുതിയിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ സിനിമയാണ്. കുട്ടിസ്രാങ്ക്, ഈമായവ് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് PF മാത്യൂസ് ആണ് അതിരൻ്റെയും തിരക്കഥ. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാനും ഞെട്ടി, അദ്ദേഹം തന്നെ ആകുമോ ഇത് എഴുതിയത് എന്ന്. കാരണം കുട്ടിസ്രാങ്കും ഈമായവും എടുത്തു കഴിഞ്ഞാൽ, 2 സിനിമകൾ എടുത്തു കഴിഞ്ഞാലും വ്യവസ്ഥാപിതമായ പലതിനോടുമുള്ള ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മരണത്തിലൂടെ ജീവിതത്തെ വരച്ചിടുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേട്ടു നോക്കി അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈമായവ് എഴുതിയ തിരക്കഥാകൃത്താണ് ഈ ചിത്രം എഴുതിയത് എന്ന് പറയാൻ കഴിയാത്ത പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായ ചിത്രമായിരിക്കും അതിരൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കഥകളും നോവലുകളും വായിച്ചവർക്ക് ഈ സിനിമ അപ്രതീക്ഷിത അനുഭവമായിരിക്കും. അതിൻ്റെ ഭാവി നല്ലതായാലും ചീത്തയായാലും നമ്മുടെ നിഴലിൽ നിന്ന് മാറി നിൽക്കണമെന്ന ബോധപൂർവമായ ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞാൻ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ ഇതുവരെ ഞാൻ കാണിച്ചു തന്ന കാഴ്ചയിൽ നിന്നും മാറി തീർത്തും മറ്റൊന്ന് കാണിച്ചു തരുമെന്ന ഉറപ്പിനേക്കാൾ വലിയൊരു പ്രതീക്ഷ എന്താണ് വേണ്ടത് സിനിമയെക്കുറിച്ച്, അല്ലേ? ട്രെയിലർ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് വരുന്നു. നിഗൂഢതകൾ നിറഞ്ഞ ഒരിടത്തെ ഗംഭീരമായി കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഒരു ഡോക്ടർ വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതിൽ തന്നെ ഭയവും സസ്പെൻസും ത്രില്ലറും റൊമാൻസും ഒക്കെ വരുന്നതായി ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഹൊറർ കൂടെ ഉണ്ടാവുമോ? കണ്ടു തന്നെ അറിയാം. ആ ആശുപത്രിയുടെ നിഗൂഢതകളും പഴയകാല കഥകളുമൊക്കെ വരുമ്പോൾ സംഭവം ഞെട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ട്രെയിലർ കണ്ടപ്പോൾ ഏറെ പേർക്കും ഇത് ഷട്ടർ ഐലൻഡ് ആണോ എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല എന്ന് സംവിധായകൻ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആകസ്മികമായി ചില ഷോട്ടുകൾ വന്നതാകാം. എന്തായാലും വരാൻ പോകുന്നത് ഒരു അഡാർ ഐറ്റം തന്നെയാണ് എന്ന് തന്നെ കരുതുന്നു. സിനിമയുടെ സംവിധായകൻ വിവേക് പുതുമുഖമാണ്. അദ്ദേഹം ആദ്യം കഥ ഫഹദ് ഫാസിലിനോട് പറയുന്നു. അദ്ദേഹം ഓക്കെ പറഞ്ഞ ശേഷം സായി പല്ലവിയെ ഫഹദ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഫഹദ് തന്നെയാണ് തിരക്കഥ എഴുതാൻ PF മാത്യൂസ് സാറിനെ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു പുതുമുഖ സംവിധായകൻ്റെ ചിത്രത്തെ ഫഹദ് സ്വന്തം സിനിമയായി ആദ്യം മുതൽക്ക് തന്നെ കാണുകയും നല്ലൊരു ടീം സിനിമയ്ക്കായി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നൽകുന്ന പ്രതീക്ഷയും വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളെടുത്താൽ നിരാശ സമ്മാനിക്കാത്ത നടനാണ് ഫഹദ് ഫാസിൽ. അത് പ്രകടനത്തിൻ്റെ ആയാലും സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിലായാലും. ട്രെയിലർ കൂടെ കണ്ടതോടുകൂടി എന്തായാലും കണ്ടേ പറ്റൂ എന്ന് തീരുമാനിച്ച ചിത്രമാണ് അതിരൻ. സായി പല്ലവിയാണ് നായികാസ്ഥാനത്ത്. മലയാളത്തിലും തമിഴിലുമൊക്കെയായി മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രെയിലർ സൂചിപ്പിച്ചതനുസരിച്ച് സായി പല്ലവി കൂടെ ഞെട്ടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും അതിരൻ. മറ്റു പ്രധാന കഥാപാത്രങ്ങൾ നോക്കിയാലും വമ്പൻ ടീം തന്നെയാണ്. അതുൽ കുൽക്കർണി, പ്രകാശ് രാജ്, രഞ്ജി പണിക്കർ, നന്ദു, സുരഭി ലക്ഷ്മി, ലെന, ശാന്തികൃഷ്ണ, സുധേവ് നായർ, നന്ദു, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഉത്തമ വില്ലൻ, പാപനാശം, രാക്ഷസൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംഗീതം കൈകാര്യം ചെയ്ത ജിബ്രാനാണ്. സിനിമയുടെ മൊത്തത്തിലുള്ളൊരു മൂഡൊക്കെ ഗംഭീരമാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അയൂബ് ഖാനാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനായക് ശശികുമാർ, എങ്ങണ്ടിയു ചന്ദ്രശേഖർ എന്നിവർ എഴുതി PS ജയഹരി സംഗീതം നൽകിയ 3 ഗാനങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ P ജയേന്ദ്രൻ പാടിയ ആട്ടുതൊട്ടിൽ എന്ന ഗാനവും KS ഹരിശങ്കർ പാടിയ പവിഴമഴ എന്ന ഗാനവും കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഗാനങ്ങളാണ്. മൊത്തത്തിൽ സിനിമയുടേതായി വന്ന എല്ലാ ഘടകങ്ങളും പോസിറ്റീവ് ഫീൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാരിൽ പ്രധാനികളായ 4 പേർ പുതുമുഖങ്ങളാണ്. സംവിധായകൻ വിവേക്, ഛായാഗ്രാഹകൻ അനു മൂത്തേടത്ത്, സംഗീത സംവിധായകൻ PS ജയഹരി, കലാസംവിധായകനായ വിനോദ് അരവിന്ദ്. നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ ഒന്നാണ് ഛായാഗ്രഹണം. ട്രെയിലർ അതിലും വമ്പൻ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഈ 4 പുതുമുഖങ്ങളെ നമുക്ക് സമ്മാനിച്ച സിനിമയായിരുന്നു അതിരൻ എന്നതുകൂടെ വരും കാലം അടയാളപ്പെടുത്തട്ടെ. 40 വർഷത്തിനുള്ളിലെ സെഞ്ചുറിയുടെ 125ാമത്തെ സിനിമയാണ് അതിരൻ. സിനിമയുടെ പ്രതീക്ഷകൾ നോക്കുകയാണെങ്കിൽ അഭിനേതാക്കളായാലും ടെക്നിക്കൽ വശങ്ങളിൽ പ്രവർത്തിച്ചവരാണെങ്കിലും നല്ല പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് മുൻതൂക്കം നൽകി നൽകുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. മലയാള സിനിമ കടന്നു ചെല്ലാത്ത പ്രമേയപരമായ അന്തരീക്ഷത്തിലൂടെയാണ് അതിരൻ സഞ്ചരിക്കുന്നത്. നാളെ ചിത്രം തിയേറ്ററിലെത്തുന്നു. വലിയ പ്രതീക്ഷയോടെ ഞാനും കാത്തിരിക്കുന്നു. നിങ്ങൾക്കും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.